ഇനി ഒന്നാമത്തെ ഡ്രീം പറയാണ്. നമ്മൾ 1 എന്ന് പറയുന്നത് 6 എന്നാണ് തുടങ്ങുന്നത്. 6-ൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഓക്കെ, 6 എന്നാണ് മിനിമം ഡ്രീമാണ് പറയുന്നത് കേട്ടോ. മിനിമം ഡ്രീമാണ് പറയുന്നത്. 6 എന്ന് പറഞ്ഞാൽ 6 ഡിജിറ്റ് ഇൻകം മന്ത്ലി. എഴുതിക്കേ, 6 ഡിജിറ്റ് ഇൻകം മന്ത്ലി. 6 അക്ക സംഖ്യയിലുള്ള വരുമാനം, മാസത്തിൽ വരുമാനം. 6 ഡിജിറ്റ് ഇൻകം, 6 ഡിജിറ്റ് ഇൻകം. അങ്ങനെ പറഞ്ഞാൽ എത്രയാ മാസം? മാസം എത്രയാ? 1 ലക്ഷമാണോ? മാക്സിമം എത്ര? 1 ലക്ഷത്തിൻ്റെയും 10 ലക്ഷത്തിൻ്റെയും ഇടയിൽ മാസം വരുമാനം. Is it possible? Is it possible? If you think possible, yes. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കഴിയും. നിങ്ങൾ ചിന്തിക്കുന്നില്ല എങ്കിൽ കഴിയില്ല. ഇനി എന്തിനു വേണ്ടി ഈ മാസം 10 ലക്ഷം രൂപ വരുമാനം എന്നത് ആഡംബരമാണോ, അത്യാവശ്യമാണോ, അല്ലെങ്കിൽ ആവശ്യമാണോ? ഒരു മാസം 10 ലക്ഷം രൂപ വരുമാനം എന്ന് പറയുന്നത് ആവശ്യമാണോ, അത്യാവശ്യമാണോ, ആഡംബരമാണോ? ആവശ്യം എന്നുള്ള അഭിപ്രായമുള്ളൊരു കൈപൊക്കിയേ. ഓക്കെ, കൈതാത്തിയെ. അത്യാവശ്യമാണെന്ന അഭിപ്രായമുള്ളൊരു കൈപൊക്കിയേ. ആഡംബരമാണെന്ന അഭിപ്രായമുള്ളൊരു കൈപൊക്കിയേ. 1 2 3 4. ഓക്കെ, കൈതാത്തിയെ. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ കൈ പൊക്കാത്ത മേഖലയാണ്, നിങ്ങൾ കൈ പൊക്കാത്ത ആൻസറാണ് ഏറ്റവും അത്യാവശ്യമാണ് മാസം 10 ലക്ഷം രൂപ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. എന്തുകൊണ്ട് മാസം 10 ലക്ഷം രൂപ വരുമാനം നിങ്ങൾ കുടുംബം പുലർത്തുന്ന സമയത്ത് മാസം 10 ലക്ഷം രൂപ വരുമാനം വേണം എന്നത് എന്തുകൊണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരണോ? 1920 ഒരു കുടുംബത്തിന് ഒരു മാസം സുഖമായിട്ട് ജീവിച്ചു പോകണമെങ്കിൽ 1 രൂപ മതിയായിരുന്നു. 1 രൂപ മതിയായിരുന്നു. കൃത്യം 20 വർഷം കഴിഞ്ഞു. 1940 എത്തിയപ്പോൾ ഒരു കുടുംബത്തിന് ഒരു മാസം ജീവിക്കാൻ 10 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. നമുക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. 10 രൂപ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചായ കിട്ടത്തില്ല, അല്ലേ? ഒരു ചായ കിട്ടത്തില്ല. ഒരു മാസം ഒരു കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കാൻ 10 രൂപ ഉണ്ടെങ്കിൽ 1940 കഴിഞ്ഞിരുന്നു. 1960 എത്തിയപ്പോൾ അത് 100 രൂപയായി. 1980 എത്തിയപ്പോൾ അത് 1000 രൂപയായി. അതൊരു പക്ഷേ ഇവിടെ ഇരിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് ഏജിലായ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. 80-കൾ 90-കളിൽ ഒരു കുടുംബത്തിൽ ഒരു മാസം 1000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. ഇപ്പോൾ പറ്റുമോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? 1000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. എന്നാൽ 2000 എത്തിയപ്പോൾ ആ 1000 എന്നത് അതിൻ്റെ വലതുവശത്ത് ഒരു 0 കൂടി 10000 രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു മാസം സുഖമായിട്ട് ജീവിക്കാം. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു മാസം 10000 രൂപ ഉണ്ടെങ്കിൽ കൊടുക്കും. എന്നാൽ 2020 ഇപ്പോൾ 25 ഒക്കെ ആകുമ്പോൾ ഇപ്പോൾ ഒരു മാസം 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ജീവിച്ചു പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ. ജനിച്ചാൽ നമ്മൾ എന്തായാലും ജീവിച്ചു. നിങ്ങൾ 1000 രൂപ കിട്ടിയാലും ജീവിച്ചു പോകും, 10000 രൂപ കിട്ടിയാലും ജീവിച്ചു പോകും. ഇന്ന് മാസം 1 ലക്ഷം രൂപ വരുമാനമുണ്ടെങ്കിൽ ഇതാ ചെലവ് കഴിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവും, ചെലവ് കഴിക്കുന്ന നിങ്ങളെ പാരൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. ഒരു മാസം 1 ലക്ഷം രൂപ വരുമാനമുണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. അഥവാ 2-ാം തീയതി ബജാജുകാരൻ്റെ EMI ഇല്ലാതെ, അല്ലെങ്കിൽ ലോണില്ലാണ്ട്, കാറിൻ്റെ ലോണില്ലാണ്ട്, ഞാൻ പറഞ്ഞ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ബൈ 2040 നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചെലവ് കഴിക്കുന്ന സമയം എത്ര വേണം? 10 ലക്ഷം രൂപ. ഇത് ആഡംബരമാണോ, അത്യാവശ്യമാണോ, ആവശ്യമാണോ? അപ്പൊ മാസം 10 ലക്ഷം രൂപ വരുമാനം എന്ന് പറഞ്ഞത് നിർബന്ധമല്ലേ? ഇപ്പൊ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ശരി. ഇത് നിങ്ങൾ വിശ്വസിക്കുകയാണ്. എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് വിശ്വസിച്ചാൽ പറ്റും. എന്നെ കൊണ്ട് പറ്റുമെന്ന് എൻ്റെ നാട്ടിൽ എനിക്കറിയുന്ന, ഇപ്പം നിങ്ങൾ 10 ലക്ഷം രൂപ മാസം വരുമാനം എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവം. എൻ്റെ നാട്ടിൽ ഞാൻ അറിയുന്ന ഒരാൾക്ക് ഒരു മാസം അയാൾ എല്ലാ ചെലവും കഴിച്ചിട്ട് 3 കോടി രൂപ ലാഭം കിട്ടുന്ന ആളുടെ ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ നമ്മൾ 10 ലക്ഷം വലിയ എമൗണ്ട് ആണോ? അല്ല. സോ ഇനി അടുത്തത് ഏതാണ്? 6 കഴിഞ്ഞിട്ട് ഏതാ? 5 അല്ലേ? ഓക്കെ, 5 എന്തേ കാരണം? ഇപ്പൊ പൈസക്കായി, പിന്നെന്താ വേണ്ടത്?
സമയമില്ലാത്തവർ ഇൻട്രാക്ഷൻ വല്ലാണ്ട് പോകുന്നില്ല. 5 countries in the world. ലോകത്തിലെ 5 വിദേശ രാജ്യങ്ങളിലെങ്കിലും നിങ്ങൾ ടൂറ് പോകണം. വേണ്ടേ? നിങ്ങളിപ്പോൾ ഊട്ടി, കൊടൈക്കനാൽ കയറിപ്പോയ ലഡാക്കൊക്കെയാണ് സ്വപ്നം കണ്ടത്. ഞാൻ പറയുന്നതല്ല, ലോകത്തിലെ 5 വിദേശ രാജ്യങ്ങളിലെങ്കിലും. അപ്പം നിങ്ങൾ വിചാരിക്കുകയോ, മൈ ഡിയർ ഫ്രണ്ട്സ്, ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എഴുതി വെക്ക് ധൈര്യമായിട്ട്, എഴുതി വെക്ക് ധൈര്യമായിട്ട്. ലോകത്തിലെ 5 വിദേശ രാജ്യങ്ങളിൽ ടൂറ് പോകും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടൂറ് പോകുന്നത്? നിങ്ങൾ മങ്കട ടൗണിൽ നിൽക്കുമ്പോഴുള്ള മൈൻഡ് സെറ്റാണോ? നിങ്ങൾ മങ്കട ടൗണിൽ നിൽക്കുമ്പോഴുള്ള മൈൻഡ് സെറ്റാണോ കോഴിക്കോട് ടൗണിൽ പോയി നിൽക്കുമ്പോൾ? നിങ്ങൾ കോഴിക്കോട് ടൗണിൽ നിൽക്കുമ്പോഴുള്ള മൈൻഡ് സെറ്റാണോ കൊച്ചിൻ സിറ്റിയിൽ പോയി നിൽക്കുമ്പോൾ? നിങ്ങൾ കൊച്ചിൻ സിറ്റിയിൽ നിൽക്കുമ്പോഴുള്ള മൈൻഡ് സെറ്റാണോ ബാംഗ്ലൂർ സിറ്റിയിൽ പോയി നിൽക്കുമ്പോൾ? ബാംഗ്ലൂർ സിറ്റിയിൽ പോയി നിൽക്കുമ്പോഴുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റാണോ ദുബായ് സിറ്റിയിൽ പോയി നിൽക്കുമ്പോൾ? ദുബായ് സിറ്റിയിൽ നിൽക്കുന്ന സമയത്തുള്ള മൈൻഡ് സെറ്റാണോ ഹോങ്കോങ് സിറ്റിയിൽ പോയി നിൽക്കുമ്പോൾ? അല്ല. നമ്മുടെ മൈൻഡ് സെറ്റ് മാറും, തിങ്കിങ് പാറ്റേൺ മാറും. തിങ്കിങ് പാറ്റേൺ മാറാത്തിടത്തോളം കാലം നമ്മുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കില്ല. നിങ്ങൾ ഇന്ന് വരെ ഏത് രീതിയിൽ ചിന്തിച്ചോ അതേ രീതിയിലാണ് ഇനിയും ചിന്തിക്കുന്നതെങ്കിൽ ഇന്ന് വരെ നിങ്ങൾക്ക് എന്താണോ കിട്ടിയത് അത് തന്നെയേ ഇനിയും കിട്ടത്തുള്ളൂ. വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കിട്ടണമെങ്കിൽ തിങ്കിങ് പാറ്റേൺ മാറണം, തോട്ട് പ്രോസസ്സ് മാറണം, ചിന്താഗതി മാറണം. അങ്ങനെ ചിന്താഗതി മാറണമെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇതിലൂടെ പോകുന്ന സമയത്ത് റോഡ് ക്രോസ് ചെയ്യാണ്. റോഡ് ക്രോസ് ചെയ്ത സമയത്ത് ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ ആ വണ്ടിയിൽ വരുന്ന ആളുടെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങൾ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യാണ്, വണ്ടിയിൽ വരുന്ന ആൾ എന്തായിരിക്കും? അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരാൾ വണ്ടിയുടെ ഫ്രണ്ടിലൂടെ ക്രോസ് ചെയ്താൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? എവിടെ നോക്കിയാടാ പോകുന്നത്? എന്നാൽ നിങ്ങൾ ദുബായിൽ പോയി നോക്കൂ, അല്ലെങ്കിൽ സൗദിയിൽ പോയി നോക്കൂ, മറ്റു വിദേശ രാജ്യങ്ങളിൽ പോയി നോക്കൂ. 100, 120 സ്പീഡിൽ വരുന്ന വാഹനം ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ചവിട്ടി നിർത്തി കൊടുക്കും. ദാറ്റ് ഈസ് മൈൻഡ് സെറ്റ്. നമ്മുടെ മൈൻഡ് സെറ്റ് മാറണം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഹെലികോപ്റ്റർ പറക്കുന്ന സിറ്റി ഏതാണെന്നറിയോ? നമ്മുടെ നാട്ടിൽ ആകാശത്ത് കാക്ക പറക്കുന്നത് പോലെ ഹെലികോപ്റ്റർ രാവിലെ 8 മണിക്കും 10 മണിക്കും ഇടയിൽ പറക്കുന്ന ഒരു സിറ്റി ഉണ്ട് ലോകത്ത്. ഗസ് ചെയ്യാൻ പറ്റുമോ? ഹോങ്കോങ് ആണ്. ഹോങ്കോങ് പോയി കാണണം. ലൈഫ് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ, ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ, ദൈവം നിങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ വിരലെണ്ണാവുന്ന കാര്യങ്ങൾ അവിടെയൊക്കെ പോകുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ലോകത്ത് എവിടെയും നിങ്ങൾക്ക് പോകാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹെലികോപ്റ്റർ പറക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? ബെല്ലാരി ഇൻ കർണാടക. രാവിലേക്ക് അങ്ങനെ പോയാൽ ഫുൾ ഹെലികോപ്റ്റർ ആയിരിക്കും മുകളിൽ. മൈ ഡിയർ ഫ്രണ്ട്സ്, മൈൻഡ് സെറ്റ് മാറണമെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകണം. അപ്പോൾ ലോകത്ത് 5 വിദേശ രാജ്യങ്ങളിലേക്ക് ടൂർ പോകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അല്ല. സോ 5 കഴിഞ്ഞ് 4 എന്തായിരിക്കും? 4 എന്തായിരിക്കും? ഇനി എന്താ വേണ്ടത്? കാറായി, ട്രിപ്പായി, സോറി 4 വീലർ. 4 എന്താണ്? 4 വീലർ. മിനിമം ഒരു 4 വീലർ വേണ്ടേ? ആഡംബരമാണോ അത്യാവശ്യമാണോ? ഒരു 4 വീലർ ആഡംബരമാണോ അത്യാവശ്യമാണോ? അത്യാവശ്യമാണ്. എന്തിനാ 4 വീലർ വേണം? യാത്ര ചെയ്യാൻ വേണം അല്ലേ? ശരി. 3 എന്തായിരിക്കും? 3 ഇപ്പൊ നമുക്ക് എന്തായി? പൈസയായി, ടൂറായി, കാറായി. ഇനി എന്തായിരിക്കും വേണ്ടിയത്? 3 എന്തായിരിക്കും? ഗസ് ചെയ്യാൻ പറ്റുമോ? തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. 3 bedroom ഹൗസ്. 3 ബെഡ്റൂമുള്ള ഒരു വീട്. ഇതൊക്കെ മിനിമം ഡ്രീമാണ് കേട്ടോ. ഇതെല്ലാം പറയുന്നത് മിനിമം ഡ്രീമാണ്. 3 bedroom ഹൗസ്. ഓക്കെ. 2 എന്തായിരിക്കും? ഇപ്പൊ എന്താ? പൈസയായി, ടൂറായി, കാറായി, വീടായി. ഇനി എന്താ വേണ്ടത്? 2 എന്താണ്? എന്താ പറഞ്ഞേ? മിനിമം 2 cute children. മിനിമം. ഓക്കെ. 1 എന്തായിരിക്കും? 1 എന്താ പറഞ്ഞ? കേട്ടില്ല. ധൈര്യമായിട്ട് പറയണം, നോ പ്രോബ്ലം. എന്താ പറഞ്ഞേ?
സമാധാനം, പിന്നെ എന്താ പറയുക? യെസ്, മോളെ പേരെന്താ? ഷംന. ഓക്കെ, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തേ. അവര് പറഞ്ഞത് ശരിയാണ്, സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു പാർട്ണർ. അതല്ല, ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ വൺ അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് പാർട്ണർ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ലൈഫ് പാർട്ണർ. ഇങ്ങനെ വന്നാൽ നിങ്ങളുടെ ജീവിതം സ്വസ്ഥമാണോ അല്ലേ? യെസ്, ദാറ്റ് ഈസ് ദ സക്സസ് ഓഫ് അവർ ലൈഫ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇനി നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ? നേരത്തെ നിങ്ങൾ പറഞ്ഞു, വൈ ഷുഡ് ഐ ഡു ലീവ്? ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു? എൻ്റെ ഈ സ്വപ്നം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് എന്താണ് ലക്ഷ്യം വെക്കാൻ പറ്റുക? എൻ്റെ ഈ സ്വപ്നം, ഈ ഡ്രീം ലിസ്റ്റ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി എൻ്റെ സ്വപ്നം എന്താണ്? മാസം 10 ലക്ഷം രൂപ വരുമാനം വേണം. പക്ഷെ നിങ്ങളൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ, നിങ്ങൾ ഇപ്പോൾ 8, 9, 10 ക്ലാസ്സിലെ കുട്ടികളായിരിക്കും അല്ലേ? അതിന് മുകളിലുണ്ടോ? +1 ഒക്കെ ഉണ്ടോ? ഇല്ലല്ലോ. 8, 9, 10 ക്ലാസ്സിലെ കുട്ടികളായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നോട് റിയാസ് സാർ അങ്ങനെ പറഞ്ഞു തോന്നുന്നു. 8, 9, 10 ക്ലാസ്സിലെ കുട്ടികളായിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ലീഡർഷിപ്പ് നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ 2-3 കാര്യങ്ങളാണ് നിങ്ങൾ എടുക്കുന്ന മാനദണ്ഡം. പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്ന് എൻ്റെ ഫ്രണ്ട് ഈ കോഴ്സിനാണ് പോകുന്നത്, അതുകൊണ്ട് ഞാനും പോകുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ ലൈഫ് സ്പോയിലാക്കും, നിങ്ങളുടെ ലൈഫിനെ സ്ലിപ്പാക്കും. അത് എല്ലാവരും ഇതാ ഇപ്പം ട്രെൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, അതുകൊണ്ട് ഇനി അതായിക്കോട്ടെ. ഇപ്പോൾ പ്രത്യേകിച്ച് കുറേ കുട്ടികളോട് ഒരു +2 എല്ലാം കഴിഞ്ഞിട്ട് കുട്ടികളോട് ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞത്, ഡിഗ്രി ഒന്നും വേണ്ട, ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്താൽ മതി. പിന്നെന്താണ്, പാരൻസിൻ്റെ ഒരു ഈഗോ ഉണ്ടാവും. എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോൾ അല്ലെങ്കിൽ അയൽവാസിയുടെ മോള് ഇന്നതടുത്ത മോന് ഇന്നതടുത്തത്, ഓൾക്ക് ഇത്ര ശമ്പളം ഉണ്ട്, അതുകൊണ്ട് ഇന്ന മോനും ഇന്ന മോളും ഇതെടുക്കണം. ഇതൊന്നുമല്ല നിങ്ങളൊരു കോഴ്സ് എടുക്കാനുള്ള മാനദണ്ഡം നിങ്ങളുടെ സ്കില്ലാണ്, നിങ്ങളുടെ നിഷാണ്. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്നത്, അതിൽ പ്രൊഫഷൻ ആക്കുക. നിങ്ങൾ എന്താണോ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്നത്, അതിന് നിങ്ങളുടെ യഥാർത്ഥ ഇഷ്ടം എന്താണെന്നും നിങ്ങളുടെ യഥാർത്ഥ നിഷ് എന്താണെന്നും നിങ്ങളുടെ മൈക്രോ നിഷ് എന്താണെന്നും കണ്ടെത്താൻ പറ്റുന്ന സയൻറ്റിഫിക് ടെസ്റ്റുകൾ ഇവിടെ കിട്ടാനുണ്ട്. നിങ്ങളിപ്പോൾ അത് ചെയ്യേണ്ട സമയമാണ്. 8, 9, 10 ക്ലാസ്സിൽ ചെയ്യേണ്ട സമയമാണ്. നിങ്ങളുടെ യഥാർത്ഥ അഭിരുചിയെ കണ്ടെത്താൻ പറ്റുന്ന സയൻറ്റിഫിക്കലിയുള്ള ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ എടുത്താൽ ഞാൻ പറയുന്നത്, ഡോക്ടർ ആവേണ്ടവൻ മാത്രമേ ഡോക്ടർ ആകാവൂ. നിങ്ങളൊരു പക്ഷേ പഠിച്ചിട്ടൊക്കെ എന്താവും, നല്ല മാർക്കൊക്കെ നേടും. പക്ഷേ ആ പ്രൊഫഷൻ ആളുകൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ യഥാർത്ഥ നിശ്ചല്ല. യഥാർത്ഥത്തിൽ ദൈവം നിങ്ങൾക്ക് ജന്മനാ തന്ന ഒരു സ്കില്ലുണ്ട് നിങ്ങളുള്ളിൽ. ആ സ്കില്ല് നമ്മൾ മനസ്സിലാക്കാത്തതാണ് പ്രശ്നം. അപ്പം നമ്മുടെ സ്കില്ല് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മൈ ഡിയർ ഫ്രണ്ട്സ്, അവിടെ നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നല്ല സ്വപ്നങ്ങൾ കാണുക, വലിയ സ്വപ്നങ്ങൾ കാണുക. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് 2 ആളുടെ സപ്പോർട്ട് വേണം. അവരില്ലാതെ നിങ്ങളുടെ ലൈഫിൽ ഒന്നും സംഭവിക്കില്ല. നിങ്ങളെ ലോകത്ത് ഫേക്കായിട്ട് ലവ് ചെയ്യാത്ത 2 ആളെ ലോകത്തുള്ളൂ. ആരാ? അത് നിങ്ങളുടെ അച്ഛനും അമ്മയുമാണ്. ബാക്കി ആര് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആര് നിങ്ങൾ ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർക്ക് കണ്ടീഷൻ ഉണ്ടാകും, അവർക്ക് ലക്ഷ്യമുണ്ടാകും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കാൻ ഒരുത്തനെയും നിങ്ങൾ അനുവദിക്കരുത്.
ഒരു വേളയും നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലീഡർഷിപ്പ് നിങ്ങൾ ഏറ്റെടുക്കണം. സ്വസ്ഥത നിങ്ങൾക്ക് വേണമെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ ലീഡർഷിപ്പ് നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളുടെ ലീഡർഷിപ്പ് നിങ്ങൾ ഏറ്റെടുക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ അച്ഛനും അമ്മയും. അവരില്ലാതെ നിങ്ങൾ ഈ ലോകത്തില്ല. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ശരീരത്തിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, അത് നിങ്ങളുടെ അച്ഛൻ്റെ വിയർപ്പാണ്. നിങ്ങളുടെ ഉപ്പയുടെ, ഉപ്പച്ചിയുടെ, വാപ്പച്ചിയുടെ അച്ഛൻ്റെ വിയർപ്പാണ്, പപ്പയുടെ വിയർപ്പാണ്. നിങ്ങൾ കാലിട്ടിരിക്കുന്ന ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പ് നിങ്ങളുടെ അച്ഛൻ്റെ വിയർപ്പാണ്. നിങ്ങൾ തലയിലിട്ടിരിക്കുന്ന തട്ടമുണ്ടല്ലോ, അത് നിങ്ങളുടെ അച്ഛൻ്റെ വിയർപ്പാണ്. നിങ്ങൾ ഇവിടെ വന്ന സമയത്ത് 200 രൂപ ഫീസ് കൊടുത്തിട്ടുണ്ടാവും, ആ ഫീസ് നിങ്ങളുടെ അച്ഛൻ്റെ വിയർപ്പാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ അച്ഛനെക്കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഉപ്പയെക്കുറിച്ച്, വാപ്പച്ചിയെക്കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ? അദ്ദേഹം ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന ആട്ടും തുപ്പും, അവിടെ അനുഭവിക്കുന്ന ടെൻഷൻ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നത് മുഴുവൻ നിങ്ങൾക്ക് ഒരു പക്ഷേ അദ്ദേഹം വാങ്ങിച്ചു തരുന്നുണ്ടാവും. ഒരു പക്ഷേ ചില സമയത്ത് നിങ്ങളോട് പറ്റില്ല എന്ന് പറയുന്നുണ്ടാവും. അത് നിങ്ങൾക്കത് വാങ്ങിത്തരാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ലെന്ന് പറയാൻ അയാളുടെ ഈഗോ സമ്മതിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ മാതാവിനെയോ പിതാവിനെയോ നിങ്ങൾ വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചാൽ നിങ്ങൾ എത്ര ഉയരങ്ങളിലെത്തിയാലും, നിങ്ങൾക്ക് മാസം 10 ലക്ഷമല്ല, 20 ലക്ഷമല്ല, 1 CR അല്ല, 3 CR അല്ല, 10 CR വരെ ശമ്പളം ഉണ്ടായിട്ടും കാര്യമില്ല. മൈ ഡിയർ ഫ്രണ്ട്സ്, ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാവില്ല. ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാവില്ല. മരിച്ചാലും ഉണ്ടാവില്ല. ആഫ്റ്റർ ലൈഫിൽ വിശ്വസിക്കുന്ന ആളുകൾ ആഫ്റ്റർ ലൈഫിലും അതുണ്ടാവില്ല. അതുകൊണ്ട് ഒരിക്കലും അവർ വേദനിപ്പിക്കരുത്. അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവരറിയാതെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് മാപ്പ് പറയണം. അച്ഛനും അമ്മക്കും ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങളൊരു പക്ഷേ ചില സമയത്ത് അച്ഛനോ അമ്മയോ നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളൊരു പക്ഷേ നീരസം കാണിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അച്ഛനും അമ്മക്കും ഇഷ്ടമില്ലാത്ത കാര്യം അച്ഛനും അമ്മയും അറിയാതെ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടിയിട്ട് ചെയ്തിട്ടുണ്ടാവും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതുവരെ ചെയ്തതിൽ നമുക്കൊരു കുഴപ്പമില്ല. അത് ചെയ്തു, നമുക്കറിയാത്തതിൻ്റെ പേര് ചെയ്തു പോയി. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ ലീഡർഷിപ്പ് കോൺക്ലേവിൽ നിങ്ങളൊരു തീരുമാനമെടുക്കണം. ഇനി എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ, അച്ഛനോ അമ്മയോ അറിയാതെയോ, അച്ഛനോ അമ്മയും ഒരിക്കലും അറിയില്ലെങ്കിൽ പോലും ഞാൻ അവരെ പറ്റിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ പറ്റണം. എങ്കിൽ നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആയിരിക്കും. ആർ യു റെഡി ഫോർ ദാറ്റ്? ആർ യു റെഡി ഫോർ ദാറ്റ്? ആർ യു റെഡി ഫോർ ദാറ്റ്? ഓക്കെ. അപ്പം അതുകൊണ്ട് ഇന്നിവിടെ ലീഡർഷിപ്പ് കോൺക്ലേവിൽ ഞാൻ പ്രോഗ്രാം നിർത്തുകയാണ്. നിങ്ങളുടെ ഇത് നല്ല സംഘാടനം നടത്തിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റിയാസ്, അതുപോലെ ഇതിൻ്റെ ചാനൽ പാർട്ട്ണർ നീലഗിരി കോളേജ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റാഷിദ് ഗസാലിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കോളേജാണ് NAAC A++ അക്രഡിറ്റേഷനുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല കോളേജാണ് നീലഗിരി കോളേജ്. എല്ലാം കൊണ്ടും നല്ല കുട്ടികൾക്കാണെങ്കിൽ എല്ലാവർക്കും നല്ലത്. അപ്പോൾ ഈ ഒരു നീലഗിരി കോളേജുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.